മലേഷ്യത്തെ ഒരു നൈറ്റ് ലൈഫാണ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ബുർജ് ഖലീഫിന്റെ മുമ്പ് ഹൈറ്റിനെ ഭരിച്ചിരുന്ന ടിൻ ടവർ ഒക്കെ മലേഷ്യയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇറങ്ങിയത്. അങ്ങനെ കുറെ പോയി ടിൻ ടവർ ലോങ് എന്ന് കാണാൻ എന്ത് രസം അറിയോ. 6 കൊല്ലത്തോളം ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ്. ഡീറ്റെയിൽഡ് വീഡിയോ വേറെ തന്നെ വരും. ഇത് ടിൻ ടവറിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള മറ്റൊരു ബിൽഡിംഗ് ആണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളും ആർക്കിടെക്ചറൊക്കെ കാണാൻ എന്താ രസം. അങ്ങനെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. 88 നിലയുള്ള ടിൻ ടവറിന്റെ 41ാമത്തെ നിലയിൽ ഒരു ബ്രിഡ്ജും ഉണ്ട്. പിന്നെ അതിന്റെ നടുവിലൊരു മാളും. ആ മാൾക്ക് കയറുന്ന എൻട്രൻസിൽ തന്നെ ഒരു കാർ. ഇവിടുത്തെ ആൾക്കാർക്ക് കാറിനോട് ഭയങ്കര ക്രൈസാണ്. റമദാൻ കഴിഞ്ഞ് ചൊവ്വാൽ മാസം മുഴുവനും വലിയ പെരുന്നാളായി ആഘോഷിക്കും. അതുകൊണ്ട് ഈദ് ഉൽ ഫിത്തറിന്റെ അലങ്കാരമാണ് എല്ലായിടത്തും. ഈ അലങ്കാരങ്ങളൊക്കെ കണ്ടുക്കാനെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വെറുതെ അതിന്റെ ഉള്ളിപ്പുറമൊക്കെ നടന്നു നോക്കി. എന്താ വൈബ്, വേറെ മൂഡ് തന്നെ. ശരിക്കും പറഞ്ഞ ഇവര് 30 ദിവസം ആൾക്കാരെ കാണുമ്പോ സലാമത്ത് ഈദ് ഈദ് മുബാറക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഘോഷമാണ്. ഈ സംഭവങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് KLCCയിലാണ്. KLCC എന്ന് പറഞ്ഞ കോലാലംപൂർ സിറ്റി സെന്റർ. ഇതാണ് മലേഷ്യന്റെ ക്യാപിറ്റൽ. ഇവിടെ 11 സംസ്ഥാനം ഉണ്ടെങ്കിലും കോലാലംപൂർ അതിലൊന്നും പെട്ടല്ല, യൂണിയൻ ടെറിട്ടറിയാണ്. നമ്മളെ ഇന്ത്യയിൽ മാഹിയും ഡൽഹിയും പോണ്ടിച്ചേരി ഒക്കെ ഉള്ള പോലെ. പിന്നെ ഇവിടുത്തെ ജലധാരകളും ഫൗണ്ടൈൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ടിൻ ടവറിന്റെ ഒരു ബാക്ക് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് മുംബൈയിൽ നിന്നായിരുന്നു. ഇവിടെ ഈ ഓവുചാലിന് വരെ ലൈറ്റ് വെച്ചെടുക്കുന്ന ടീമാണ് മലേഷ്യക്കാർ. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റ് ആയ ബുക്കിത് ബിൻതാങ്ങിലേക്ക് പോയി. ഇവിടെ എന്താ ആളുകൾ അറിയും, ഭയങ്കര തിരക്കുള്ള സ്ട്രീറ്റ് ആണ്. സ്ട്രീറ്റ് കൂടെ നടന്നാൽ നമുക്ക് ഒരുപാട് വിചിത്രമായ കാഴ്ചകൾ കാണാം. മലേഷ്യയിൽ മെയിൻ ആയിട്ട് 3 തരം ആളുകളാണ്. ഒന്ന് മലേഷ്യൻ ഒറിജിൻ, 2 ഇന്ത്യൻ മലേഷ്യൻ, 3 ചൈനീസ് മലേഷ്യൻ. ഇത് 3 കൂടാതെ ഒരുപാട് ടൂറിസ്റ്റുകൾ വ്യത്യസ്ത രാജ്യത്തു നിന്നുള്ള ആളുകളും ഈ സ്ട്രീറ്റിലുണ്ടാവും. പിന്നെ ഇവിടുത്തെ ഷവർമ കുറ്റി വളരെ വലുതാണ്. ഫുഡ് കിട്ടാതെ 5 മിനിറ്റ് വൈകുമ്പോഴത്തേനും ഒച്ചപ്പാടുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും ചെയ്യുന്ന നമ്മളെ നാട്ടുകാർ പഠിക്കേണ്ട ഒരു പാടുണ്ട്. ഇവരൊക്കെ ഷവർമക്കും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എത്ര ആളാ നോക്കി. ബാക്കിലുള്ള ടീമൊക്കെ ക്ഷമയോടെ നിൽക്കണോക്കി. ഇതാണ് ഹോപ്പ്. ഇതിലപ്പുറം ഒരു മോട്ടിവേഷൻ ഒന്നും എവിടുന്നും കിട്ടാനില്ല. അടുത്ത നാട്ടിൽ എന്തെങ്കിലും ഒരു വേഷം കെട്ടി വന്ന ആളുകൾ ഫ്രീ ആയി പൈസ കൊടുക്കും. ചെറിയ മുടക്ക് മുതലിൽ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഐഡിയ ആണ്. ഇതവിടെ അടുത്തൊരു സാധനം. ഇത് പൈസ വാങ്ങിയാലേ വെറുപ്പിച്ചു. ഈ വെറുപ്പിക്കൽ കൊള്ളാൻ വേണ്ടിട്ട് ആളുകൾ പൈസ കൊടുക്കുന്നുണ്ടോ. പിന്നെ കാണുന്ന കുട്ടികളെ പേടിപ്പിച്ചലൊക്കെ ഇതിന്റെ വൈബ്. അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നപ്പോ ഒരു കാക്ക വാണം വിട്ടളിക്കും. Wow. Wow. ഈ മാസം മുഴുവനും പെരുന്നാളായതുകൊണ്ട് റോഡൊക്കെ ഫുള്ള് ഡെക്കറേറ്റഡ് ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ മെയിൻ സ്ട്രീറ്റ് ഫുഡ് ഏരിയക്ക് ഫുഡ് കഴിക്കാൻ പോയി. ആ ദൂരത്ത് കാണുന്ന ഗുഹയിൽ കൂടെ കയറി. പിന്നെ ഉള്ളിൽ ഫുള്ള് സ്ട്രീറ്റ് ഫുഡാണ്. റോട്ടിലൊക്കെ ഇരുന്ന് അധികാരത്തോടെ തിന്നു നോക്കിയാണ് ഈ പാവം വണ്ടിക്കാര് എന്തപ്പോ കാട്ടുക. ഞങ്ങൾ സിലാമാല ഫിഷും ഞണ്ടൊക്കെ കഴിച്ചത്. നീരാളി തിന്നാൻ വേണ്ടി കുറെ നോക്കിയിരുന്നു. പക്ഷെ ഇങ്ങനെ അറപ്പാവ് എങ്ങനെ തിന്നത്. എന്നാലും ഒരു ഉൾപ്പില്ല, നമ്മൾ തിന്നിട്ടോ. പുതിയ മലേഷ്യൻ വിശേഷങ്ങളുമായി കാണാം. അസ്സലാമ.